എലത്തൂരിലെ തോൽവിക്ക് പിന്നാലെ എൻസിപിയിൽ പൊട്ടിത്തെറി. എ കെ ശശീന്ദ്രനെതിരെ വിമർശനവുമായി ജില്ലാ ഘടകം രംഗത്തെത്തി. പരാജയപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും എ കെ ശശീന്ദ്രൻ പാർട്ടി ഘടകത്തിന്റെ അഭിപ്രായം പരിഗണിച്ചില്ലെന്നാണ് പരാതി. UDF തരംഗത്തിൽ എലത്തൂർ കൈവിടില്ലെന്നും ആഴത്തിൽ പരിശോധന വേണമെന്നും NCP ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം നമ്മുടെ ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടിത്തറയുള്ളൊരു മണ്ഡലമായിരുന്നു. സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ബാധ്യത ഇപ്പോൾ അവിടെ മത്സരിച്ച അദ്ദേഹം നമ്മുടെ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് കൂടിയാണ്. ദീർഘകാലമായി രംഗത്തുള്ളതാണ്. ദീർഘകാലമായി മന്ത്രിയായി MLA ആയി ഒക്കെ ചെയ്തു. അത് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ആലോചിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായും പാർട്ടിയുടെ സംസ്ഥാന സമിതി അടിയന്തരമായി വിളിച്ചു കൂട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ വെച്ച് ഒരു സംവിധാനം ഉണ്ടാക്കണം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, NCP നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് എന്നുള്ളത് വസ്തുതയാണ്. അത് മുഖമ്മദ് പറയുന്നതും ശരിയാണ്. പക്ഷേ അപ്പോഴും A K ശശീന്ദ്രൻ്റെ ഒരൊറ്റ വാശിയായിരുന്നു. പാർട്ടി ജില്ലാ ഘടകം പറഞ്ഞിട്ട് സംസ്ഥാന ഘടകം പറഞ്ഞിട്ടും ഒന്നും കേട്ടില്ല. നമ്മൾ തന്നെ എത്രയോ തവണ NCPയിലെ പിളർപ്പ് വരെ എത്തിയ ഈ തർക്കങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഒടുവിൽ എന്താ, പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള എലത്തൂർ എന്ന് പറയുന്ന മണ്ഡലം താരതമ്യേന ജൂനിയറായ വിദ്യാ ബാലകൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു. വീണത് മുതിർന്ന നേതാവാണ്, തകർന്നത് ഇടതിൻ്റെ കോട്ടയാണ്. ഇപ്പോൾ പൊട്ടിത്തെറിയൊക്കെ വന്നു തുടങ്ങിയോ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, നഷ്ടം NCPക്ക് മാത്രമല്ല CPMനാണ്. കാരണം CPMന്റെ കോഴിക്കോട്ടെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായിരുന്നു എലത്തൂർ. അത് NCPക്ക് കൊടുത്തു. അവിടെ A K ശശീന്ദ്രൻ മത്സരിക്കുന്നു, ജയിക്കുന്നു എന്നുള്ളതാണ്. A K ശശീന്ദ്രനിൽ നിന്ന് ആ മണ്ഡലം ഏറ്റെടുത്ത് അവിടെ CPM മത്സരിക്കണമെന്ന് പോലും CPMന്റെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് കുന്നമംഗലം മുക്കം മുഹമ്മദിന് കൊടുക്കാമെന്നൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷേ A K ശശീന്ദ്രൻ വാശി പിടിച്ചു, അവിടെ മത്സരിച്ചു, പക്ഷേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. UDF തരംഗത്തിൽ എല്ലാ മണ്ഡലങ്ങളും പോയ കൂട്ടത്തിൽ പോകേണ്ട മണ്ഡലമല്ല എലത്തൂർ. കഴിഞ്ഞ തവണ 39,000 വോട്ടിനാണ് അവിടെ ജയിച്ചു കയറിയത് A K ശശീന്ദ്രൻ. ആ 39,000-ൽ തരംഗത്തിൽ ഒരു 35,000 വോട്ട് പോയാൽ പോലും ഒരു 4,000 വോട്ടിന് ജയിച്ചു കയറേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പാർട്ടി കൊടുത്ത കണക്കിലും 1000 വോട്ടിനെങ്കിലും ജയിക്കും എന്നായിരുന്നു. അപ്പോൾ അങ്ങനൊരു മണ്ഡലത്തിലാണ് വിദ്യാ ബാലകൃഷ്ണനെ പോലെ അവിടെ KPCC ജനറൽ സെക്രട്ടറിയാണ്, പക്ഷേ അവർ ആദ്യമായിട്ട് MLA ആവുകയാണ്. അങ്ങനൊരു മണ്ഡലത്തിൽ CPMന്റെ കോട്ടയിൽ വിദ്യാ ബാലകൃഷ്ണൻ ജയിച്ചു കയറുമെന്ന് CPM പോലും കരുതിയതല്ല. അപ്പോൾ NCP ജില്ലാ ഘടകം പറയുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, മുന്നറിയിപ്പ് കൊടുത്തതാണ്. ആ മുന്നറിയിപ്പ് അവഗണിച്ചു, മന്ത്രി അത് പരിഗണിച്ചില്ല. അതുകൊണ്ടാണ് ഇത്ര കനത്ത പരാജയം. എലത്തൂർ പോലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായൊരു മണ്ഡലം കൈവിട്ടു പോകാനുള്ള സാഹചര്യം. അതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ നടക്കുന്ന പരിശോധന പോരാ. എലത്തൂരിൽ ആഴത്തിലുള്ള പരിശോധന വേണം.